സോദര, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ കരയിലുള്ള എല്ലാ സാധനത്തിനും വില കയറ്റുന്നുണ്ടല്ലോ. ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണല്ലോ മത്സ്യത്തൊഴിലാളി കടലിൽ പോകുന്നത്. പിന്നെ അവർ കൊണ്ടുവരുന്ന മീനിനെ കുറച്ച് വില കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താണ് വിഷയം? എന്താണ് ഈ കരയിൽ ഈ സാധനങ്ങൾക്കൊക്കെ വില കയറ്റുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? 1 ലിറ്റർ മണ്ണെണ്ണ 120 രൂപയാണ്. 60-70 രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന മണ്ണെണ്ണ 120 രൂപയാണ്. ഹലോ, നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം. നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു കമൻറ്റ്, ഞാൻ ഇന്നലെ കുറച്ച് മീനുകളെ പരിചയപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത്. അപ്പോൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ കടലിൽ വെറുതെ വല വീശി പിടിച്ചുകൊണ്ട് വരുന്ന മീനാണെന്നാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാനുള്ളതെന്ന് പറയാം, ഇതുപോലെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നാൾ സ്രാവിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും ഒരുപാട് കൂട്ടുകാർ ചോദിച്ച ഒരു കാര്യം തന്നെയാണ്, കടലിൽ വെറുതെ കിട്ടുന്ന സ്രാവല്ലേ ഒന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഒരു വലയുമായിട്ട് നേരെ കടലിലോട്ട് പോകണം കേട്ടോ. കടലിൽ എങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു പോകണം കേട്ടോ. ഒന്നിൽ ഇഴഞ്ഞു പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ നീന്തി പോയിട്ട് വല വീശി കിട്ടുന്ന മീൻ ആവശ്യത്തിന് കറക്കിയെടുക്കുക, ബാക്കിയുള്ള മീൻ വിൽക്കുക. രണ്ടാമത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, കർഷകരെ പോലെ മത്സ്യത്തൊഴിലാളി വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ കർഷകർ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ഉപ്പ് മുതൽ കർപ്പൂര വരെ നിങ്ങൾ സ്വയമേ കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആവശ്യമുള്ള സാധനം എടുത്തിട്ട് ബാക്കിയുള്ളത് വിൽക്കുക കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മത്സ്യത്തൊഴിലാളി നീന്തി പോയിട്ടാണ് വലയിടുന്നത്. ഗവൺമെൻറ് പറയുന്ന ഒരു GST ടാക്സും ഒന്നും കൊടുക്കാതെയാണ് മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ, ഓയിൽ, വള്ളം, ഇഞ്ചിന്, മീൻ പിടിക്കാനുള്ള സാധനങ്ങൾ, ഇതൊന്നും അവർ GST ടാക്സും കൊടുക്കാതെയാണ് വാങ്ങുന്നത് കേട്ടോ. നിങ്ങൾ കടപ്പുറത്തൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്, ഓരോ വള്ളവും 2 ഇഞ്ചിന് 5 ആൾ വീതം ഓരോ വള്ളത്തിലും കാണും. ഡെയിലി പോയിട്ട് വരുന്ന വള്ളത്തിൽ, ഈ ഡെയിലി പോയിട്ട് വരുന്ന വള്ളത്തിൽ കുറഞ്ഞത് ഒരു 7000 രൂപയുടെ ചിലവെങ്കിലും വരും. 5 ആൾ പണിക്ക് പോകും, 7 ഷെയറായിട്ട് വീതിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് അവർക്ക് ഒരു 20,000 രൂപയുടെ മീനെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു 1000 രൂപയെങ്കിലും ഷെയർ കിട്ടത്തുള്ളൂ. പിന്നെ 6 ദിവസം പോയി കഴിഞ്ഞാൽ 6 ദിവസവും മത്സ്യത്തൊഴിലാളി അങ്ങോട്ട് വാരിക്കൊണ്ട് വരുന്നതാണ്. ഉള്ള കുറച്ച് വള്ളത്തിന് മീൻ കാണും, ഇല്ലാതെ എത്രയോ വള്ളങ്ങൾ തിരികെ വരുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെ, കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ കമൻറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ആൾക്കാരാണ്. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടോ? നിങ്ങൾ ഈ കമൻറ്റ് വഴി രേഖപ്പെടുത്തണം. ഇതുപോലുള്ള ആൾക്കാർക്ക് നിങ്ങളാണ് കമൻറ്റ് കൊടുക്കേണ്ടത്, കമൻറ്റ് വഴി മറുപടി കൊടുക്കേണ്ടത്. മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരി തന്നെ, ഉൾക്കടലിൽ പോകുന്ന ഒരു മത്സ്യത്തൊഴിലാളി അവൻ്റെ വള്ളം കമിഴ്ന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് പോലും അവൻ അറിയില്ല. അതുപോലെ വള്ളം കമിഴ്ന്ന് വെള്ളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുടിക്കാൻ ഒരു വെള്ളം പോലും ആരോടും ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഒരു ഫോൺ വഴി ഏകദേശം ഒരു 15 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ റേഞ്ച് പോലും കിട്ടത്തില്ല. ആരെ വിളിച്ചാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്രയും കഷ്ടപ്പാട് പെട്ടാണ് മത്സ്യത്തൊഴിലാളികൾ ഓരോരുത്തർ ജീവൻ പണയം വെച്ച് കടലിൽ പോയി കരയ്ക്ക് വരുന്നത്. അപ്പോൾ ദേവീത് സഹോദര, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, കടൽ ആരുടെ വകയൊന്നുമല്ല, നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും പോയി മീൻ പിടിച്ചുകൊണ്ട് വരിക. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാതെ ഇതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കടൽ ആരുടെ അപ്പൻ്റെ വകയൊന്നുമല്ല. നിങ്ങളും പോവുക, 10 സ്രാവിനെ കൊണ്ടുവരിക, ഇവിടെ ലേലത്തിൽ കൊടുക്കുക, ആ കാശ് കൊണ്ടുപോയി സുഖമായിട്ട് ജീവിക്കുക. ഓക്കെ.